ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് ഫിലിമിൻ്റെ സമയത്ത് 2005 മുതൽ 2004-5 സമയത്ത് ഫിലിം ഉള്ള സമയം മുതൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ വരെയുള്ള സമയത്ത് 2 സീന് 3 സീന് എന്നുള്ളതിൽ തുടങ്ങി. അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റും അല്ല, ഒരു നടിയുമല്ല, അതിനിടയിലുള്ള ഒരു നടി എന്നുള്ള രീതിയിൽ ഡയലോഗ് പറയാൻ അറിയുന്ന നടി, അതാണ് അതിൻ്റെ മാനദണ്ഡം. അങ്ങനെയുള്ളിടത്തുനിന്ന് അഭിനയിച്ച് വരുന്ന അന്ന് നമുക്കൊരു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ചായ കുടിച്ച് പൊള്ളിപ്പോയത്. ചെറിയ കുഞ്ഞു ഗ്ലാസ്സിലാണ് നമുക്ക്, സ്റ്റീൽ ഗ്ലാസ്സിൽ, ഞാൻ ബാക്കി പിന്നെ ഉള്ളവർക്ക് കുപ്പി ഗ്ലാസ്, പിന്നെ കപ്പ് എന്നുള്ള ആ കാറ്റഗറി. എന്നുവെച്ചാൽ എല്ലാവർക്കും കുപ്പി ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ പശുവും പാലും ഒക്കെ ധാരാളം ആയതുകൊണ്ട് നല്ല മുഴുത്ത ചായ നല്ല കടുപ്പത്ത് കുടിച്ചിട്ട് ഇവിടെ വന്ന് ഈ ഔൺസ് ഗ്ലാസ് കുടിക്കുന്ന സമയത്ത്, ഇത് ചെന്നൈയിലൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനത്തെ കുഞ്ഞു ഗ്ലാസ്സില്ല. അപ്പോൾ ഇതൊരു 4 ഗ്ലാസ് കുടിച്ചാൽ എനിക്കൊരു ചായ കുടിച്ച എഫക്റ്റൊക്കെ അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ചോദിക്കാൻ മടി അങ്ങനെയുള്ള ഒരു ഇതാണ്. പിന്നെ നമുക്ക് AC റൂമൊക്കെ തരും, പക്ഷേ ഈ പറഞ്ഞ പോലെ AC ഉണ്ടാവില്ല, റിമോട്ട് ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അവർക്ക് 200 രൂപയാണ് അവർ ലാഭിക്കുന്നത്. അപ്പം നമ്മളേക്കും അടുത്ത സിനിമയ്ക്ക് ആകുമ്പോൾ നമുക്കൊരു AC റൂമൊക്കെ കിട്ടുമായിരിക്കും എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ഈ വാന്, അന്ന് കോസ്റ്റ്യൂമിനൊരു വാൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കർട്ടനിൽ ഷർട്ടും അല്ലെങ്കിൽ മുണ്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ ഡ്രസ്സിൻ്റെ അകത്ത് നിന്നിട്ട്, ഡ്രൈവറുടെ ആ ഭാഗത്തുള്ള ആ ഗ്ലാസ്സൊക്കെ അടിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മൾ ഡ്രസ്സ് മാറിയിട്ടുള്ളത്. പിന്നെ ഞാൻ വേറൊരു സിനിമയിലൊക്കെ പോയ സമയത്ത് അപ്പോൾ കാരവാനൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നടനും നടിക്കും മാത്രമേ കാരവാനുള്ളൂ, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്കൊന്നും കാരവാനും സംഭവങ്ങളും ഒന്നുമില്ല. കാരണം അത്രേ കാരവാനൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരു മഴ നനഞ്ഞിട്ടുള്ള കുറേ ഒരു സീനാണ്. അപ്പോൾ ഓടി വരുന്നതൊക്കെ ഒരു ഇതാണ്. അപ്പോൾ അത് രാവിലെ മുതൽ ഈ മഴ കറക്റ്റ് ആവുന്നില്ല, ഇങ്ങോട്ട് ഈ മഴ ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ ഈ ഓസ് അടിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടൊക്കെ മഴകൊള്ളല്ല, നമുക്ക് വേണ്ടിയിട്ട് ഡ്യൂപ്പൊന്നും വന്ന് നിൽക്കില്ലല്ലോ, നമ്മൾ തന്നെ പോയി പൊസിഷൻ നിൽക്കേണ്ട ഒരിതാണ്. പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാരും വന്ന് നിൽക്കില്ല. അപ്പോൾ എന്നെ തന്നെ മഴ നനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓടുന്നു, അത് റെഡി ആവുന്നില്ല, അവിടെ എത്തുമ്പോഴത്തേക്ക് വേറെ അങ്ങനെ ഉച്ചവരെ മഴ, വൈകുന്നേരം ആയപ്പോഴാണ് ആ സീൻ ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴാണ് അത് തീർന്നത്. അപ്പോഴത്തേക്ക് അവിടുന്ന് ലൊക്കേഷനിൽ നിന്ന് എല്ലാവർക്കും ഇറങ്ങേണ്ടി വന്നു. കാരണം അവിടുത്തെ പെർമിഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. നമ്മളൊക്കെ അതിന് ഡ്രസ്സ് മാറ്റണം, അങ്ങനെ നനഞ്ഞ് കുതിർന്നിട്ടാണ് നമ്മൾ. അപ്പം നമുക്ക് ഇരിക്കാൻ ചെയറില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ചോറൊക്കെ നിന്നിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ കഴിക്കുന്ന ഇതാണ്. അപ്പോഴും നമുക്കൊരു ഇരിക്കാനൊരു അവസരം ഇല്ലാതെ നമ്മൾ കാരവാനിൽ, അപ്പോൾ അവിടെ നിന്ന് ഒരു മാനേജർ ഇതിൽ പോയിട്ട് മാറ്റിക്കോളും, എല്ലായിടത്തും അപ്പോൾ അയാളുടെ പെങ്ങളുമാരെ മാറ്റിക്കോളാൻ പറഞ്ഞിട്ട് അതെനിക്ക് തുറന്നു വന്നു. അപ്പം ഞാൻ തുറന്ന് അതിനകത്ത് നിന്ന് ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് ഇതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് കാരവാൻ്റെ ഡ്രൈവർ ഇവരറിയുന്നത്. അയാൾ വന്നിട്ട് അന്ന് പറഞ്ഞ ചീത്ത ഞാൻ എൻ്റെ ജന്മത്ത് മറക്കൂല. അത്രയും പറഞ്ഞത് അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ണുനീരല്ല വരുന്നത്, നമ്മളെ കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് പോലുള്ള ഒരവസ്ഥ വരും. എനിക്കും എപ്പോഴെങ്കിലും ഒരു കാരവാൻ ഉണ്ടാവുന്ന ഒരു കാലമുണ്ടാവും, ഇപ്പം ഉണ്ട് കേട്ടോ എന്നുള്ള ഒരു സിറ്റുവേഷൻ. പിന്നെ നമുക്ക് പലപ്പോഴും എനിക്ക് ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ നമ്മളെ ചന്തയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വില പേശൂലേ, ഇത് അല്ല 100 ഇല്ല, 50 ഇല്ല, 25 ഇല്ല, 15 ഇല്ല, അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കങ്ങ് വയ്യാണ്ടാവും. എന്തിനാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന അത്രയും തരത്തിലേക്ക് നമ്മളെ പല ആളുകളായിട്ട് മാനേജർ കഴിഞ്ഞ് അവർ കഴിഞ്ഞ് കൺട്രോളർ, അപ്പോൾ അവരൊക്കെ വിളിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവസാനം ഒരു മുറുക്കലില്ല, ഇതിലങ്ങ് ഉറപ്പിക്കുന്നു പറഞ്ഞിട്ട് നമ്മളങ്ങനെ തൂക്കിയിടും. ഒരു ജീവൻ മാത്രമേ അതുണ്ടാവുള്ളൂ. അതായത് മിനിമത്തിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്നാൽ പിന്നെ വേറെ ഏതെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്നുള്ളൊരു ഇതുണ്ടാവും. നമുക്ക് ഈ ഒരു മീഡിയത്തോടുള്ള ഓരോരുത്തർക്കും ഓരോന്നിനോടല്ലേ ഇഷ്ടം ഉണ്ടാവുക. ഒരു ലോട്ടറി എടുക്കുന്നില്ലായിരിക്കും ഹരം കണ്ടത്. അപ്പം നമുക്ക് ഈ മീഡിയത്തിനോടുള്ള ഒരു ഇഷ്ടമുണ്ട്, അത് വിട്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഇതാണ് പഠിച്ചത്, നമുക്ക് വേറെ പണി അറിയില്ല. രണ്ടാമത്തത്, എന്നാൽ ഈ പറഞ്ഞ പൈസ അവർ തരിക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ടില്ല. കുറച്ച് തരും, പിന്നെ കുറച്ച് തരും, ഇത്രയും വില പേശിയിട്ട് അത്. പിന്നെ അത് കഴിഞ്ഞ് ഡബ്ബിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഇല്ലാത്ത പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിചാരിക്കും, ഞാൻ പലരോടും പറഞ്ഞു, ചേട്ടാ വീടും സ്ഥലവും എൻ്റെ പേരിലാണ്, ഞാനത് വിറ്റിട്ട് തന്നോട്ടെ. ലേഡി പ്രൊഡ്യൂസേഴ്സും അതിലുണ്ട്. അപ്പം അവർ ഒരു TA ചോദിച്ച ഇതിന് വേണ്ടിയിട്ട്, സുരഭി എന്നും എന്നോട് ഇങ്ങനെ സീരിയൽ നടിമാരെ പോലെ പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീരിയൽ നടിമാർക്ക് എന്താണ് പ്രശ്നം?
ഞാൻ സീരിയലിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ വണ്ടിക്കൂലി ചോദിക്കുന്നത് ഭയങ്കര വിഷയമായിട്ട് എനിക്ക് കേൾക്കണ്ടാത്ത കുറേ കാര്യങ്ങൾ കേട്ടിട്ട് അവരിട്ട് തന്ന പൈസ ഞാൻ അതേപോലെ കൊടുത്തു. ഞങ്ങൾക്ക് സീരിയലിൽ നിന്ന് വരുന്ന നടിമാരാണെങ്കിലും നാടകത്തിൽ നിന്ന് വരുന്നവരാണെങ്കിലും സിനിമാക്കാരൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളും ഒരു സ്ത്രീയാണ്, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, നിങ്ങൾ പൈസ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള അനുഭവവും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള അതായത് കുറേ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതിൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥലത്തേക്ക് മാത്രം കുറച്ച് ഫോക്കസ് ആയി പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈംഗികാരോപണങ്ങൾ മാത്രമല്ല, കുറേ കാര്യങ്ങൾ അത് ഈ ഒരു ഇതിലുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കുറേ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് അതിന് വേണ്ട ഒരു പോലീസുകാരില്ലാണ്ട് ഇതിനൊക്കെ ഒന്ന് ഇത് ചെയ്യാനൊരു സിസ്റ്റം വേണ്ടേ. അപ്പം നമ്മൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാവാനുള്ളതിൽ ഒരു മൂവ്മെൻ്റ് ആയിട്ട് ഇത് വന്നതിൽ വളരെയധികം സന്തോഷം ഉള്ള ഒരാളാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം കൂടെ നമ്മളൊരു 20 വർഷം മുമ്പുള്ള റോഡല്ല നമ്മളുടെ, 20 വർഷം മുമ്പുള്ള ഒരു നാടല്ല അത്. അപ്പം ഞാനിപ്പോൾ ഒരു 10-20 വർഷമാകുമ്പോൾ അതിൽ നിന്ന് സിനിമ ഒരുപാട് മാറി. അത് ഓരോ സെറ്റിലെത്തുമ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയിലെത്തുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ഒരു ദിവസം വന്ന് പോകുന്ന അവർക്ക് ആണുങ്ങൾക്ക് പ്രത്യേകം ഡ്രസ്സ് മാറാനും ഇത് ചെയ്യാനും ഉള്ളത്, എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ചെയറുകൾ ഉള്ള ഒരു സിനിമാ സെറ്റിലേക്ക് എത്തി. നമ്മുടെ ARMലാണെങ്കിലും അതുണ്ടായിരുന്നു, ഗെറ്റ് സെറ്റ് ബേബിയിലാണെങ്കിലും അതുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ആ തരത്തിലേക്ക് സിനിമയിൽ പ്രവർത്തിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളിലും ഇതെല്ലാം പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഒരു മാറ്റവും ഇതിന് വന്നു. അപ്പോൾ അന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സമൂഹത്തിൽ എല്ലാ മേഖലയിലും വന്നതുപോലെയുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ വളരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റിയിൽ ഒന്നും പറയാനൊന്നും പോയിട്ടില്ല. എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഞാൻ ആ 250 എത്ര പേജ് ഉണ്ടെന്നല്ലേ അതൊന്നും വായിച്ചിട്ടുമില്ല കേട്ടോ. എൻ്റെ പേഴ്സണൽ മാത്രമായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു എഗ്രിമെൻറ്റ്, പ്രൊഡ്യൂസേഴ്സ് എഗ്രിമെൻറ്റ് വെക്കും, അതിൻ്റെ ഒരു കോപ്പി പോലും എനിക്ക് കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല. നമ്മൾ ചോദിച്ചാൽ അത് പിന്നത്തെ അത് നമുക്ക് തരേണ്ട ഒരു കാര്യമില്ല, അത് നമ്മൾ വെക്കേണ്ടതാണെന്നുള്ള രീതിയിൽ അവർ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്കൊരു അഗ്രിമെൻ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയാനോ അതും അങ്ങനെയുള്ളതും എന്താ ഇതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടോ എന്നുള്ളത് തോന്നും. പലതരം സ്കൂളുകളാണ് ഇപ്പോഴും നമ്മളുടെ മലയാള സിനിമ തന്നെ. അത്രയും ഒരു 75 എത്ര വർഷമായിട്ടുണ്ടാവും അല്ലേ, അത്രയും ഓർഗനൈസ്ഡ് അല്ലല്ലോ, ആയി വരുന്നുണ്ട്. അപ്പം അതിന് ഇത്തരത്തിൽ മൂവ്മെൻറ്റുകളോട് കൂടിയിട്ട് അതായി വരികയുമുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ സാറുമാരൊന്നുമില്ല, കുട്ടികളെല്ലാവരും വരുന്നു, ബെല്ലടിക്കുന്നു, സ്കൂളിൽ കയറുന്നു, അവർ കലവില പറയുന്നു, ഹെഡ്മാഷ് വരുന്നു, എന്തെങ്കിലും പറയുന്നു, വിടുന്നു. വേറൊരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് കൃത്യമായ അധ്യാപകരുണ്ട്, ഇതൊക്കെ ഉണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ പഠിക്കേണ്ട, പരീക്ഷ ഒന്നുമില്ല. അങ്ങനെ വേറെ സ്ഥലത്ത് അതിന് രാവിലെ ഇത്ര മണിക്ക് എത്തണം, ഇത്ര മണിക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന വളരെ സിസ്റ്റം. അപ്പം എന്നെ പോലുള്ള ഒരു ആക്ട്രസ് എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാത്തിലും ഒരു 10 പ്രൊഡ്യൂസർമാർ കട്ടയിട്ട് എടുക്കുന്ന ഒരു സിനിമയിലും ഉണ്ടാവും, വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു കമ്പനിയുടെ സിനിമയിലും ഉണ്ട്, ഒരു പ്രൊഡ്യൂസറുള്ള സിനിമയിലുണ്ട്, 2 പ്രൊഡ്യൂസർ, ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സിനിമയിലും 10ലും 10 വിധമാണ്. അപ്പം ഓരോന്നിനനുസരിച്ച് നമ്മളിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിനൊക്കെ ഏകദേശം ഒരു സ്ട്രക്ചർ ഈ പറഞ്ഞ പോലെ. പിന്നെ സിനിമയുടെ വർക്കിംഗ് സ്പേസ് പറഞ്ഞ IT കമ്പനി പോലെ ഒരു റൂമല്ല. ഇന്ന് ഇപ്പം ഒരു പാലത്തിൻ്റെ അടിയിലാണെങ്കിൽ നാളെ ഹയാത്തിലാണ് ലൊക്കേഷൻ. അപ്പോൾ ആ വർക്ക് സ്പേസും ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ സ്വഭാവവും വളരെ വ്യക്തമായിട്ടൊക്കെ മാറും. അപ്പം ഇതൊരു നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കും.